This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂവേഴ്സെ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. ലിബിൻ ബാഹുലയൻ മീഡിയ എക്സലൻസ് അവാർഡ് 2025 മികച്ച ന്യൂസ് വീഡിയോ എഡിറ്റർ പുരസ്കാരത്തിന് അർഹനായി. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ശ്രീ റോജി എം ജോൺ MLA ഫലകവും അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പ്രശസ്തി പത്രവും ശ്രീ സൈമൺ വാളച്ചേരിയിൽ ചെക്കും കൈമാറി. ഒഴിവാക്കലുകളുടെയും കൂട്ടിച്ചേർക്കലുകളുടെയും മാന്ത്രികത നിറഞ്ഞ കലാലയ എഡിറ്റിംഗിൽ ലിബിൻ സജീവമാകുന്നത് 2011 മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലെയും സൂപ്പർ ഹിറ്റ് പരമ്പരകൾക്ക് എഡിറ്റിംഗ് നിർവഹിച്ചു. 2013 ഏഷ്യാനെറ്റിൽ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ച ലിബിൻ ബാഹുലയൻ 2014 ഡൽഹിയിൽ തന്റെ കർമ്മമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. 2018 കേരളത്തിൽ തിരിച്ചെത്തി. മെഗാ സീരിയലുകൾ ഉൾപ്പെടെ 16 പരമ്പരകൾക്കും പ്രശസ്ത സംവിധായകനായ വിജി തമ്പിയുടെ മാസ്ക് എന്ന സീരിയലിന് ആദ്യമായി HD സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എഡിറ്റിംഗ് നടത്തിയ മികവും ലിബിൻ്റേതായിരുന്നു. ഇക്കഴിഞ്ഞ വർഷം വയനാട്ടിൽ പ്രാണരക്ഷാർത്ഥം ഓടിവന്ന കൊച്ചുകുട്ടി അടങ്ങിയ കുടുംബത്തിന് കണ്ണീരോടെ ഒരു കൊമ്പൻ കാവൽ നിന്ന സംഭവം AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ലിബിൻ പുനരാവിഷ്കരിച്ചത് കേവലം 2 ദിവസത്തിനുള്ളിൽ 2 കോടിയിലധികം പേർ കണ്ട സൂപ്പർ ഹിറ്റ് വൈറൽ വീഡിയോ ആയി മികച്ച അഭിപ്രായം നേടി. ഏഷ്യാനെറ്റ് വാർത്തകളുടെയും വാർത്താധിഷ്ഠിത പരിപാടികളുടെയും എഡിറ്റിംഗ് മേഖലയിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ്, ഹൈബി ഈഡൻ MP, MLAമാരായ മോൻസ് ജോസഫ്, അൻവർ സാദർ, റോജി M ജോൺ, മാണി C കാപ്പൻ, TJ വിനോദ്, KJ മാർക്ക്, മുൻ MP സെബാസ്റ്റ്യൻ പോൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ജോണി ലൂക്കോസ്, ഡയറക്ടർ മനോരമ ന്യൂസ്, സാജ് എർത്ത് റിസോർട്ട് ഉടമകൾ സാജൻ, മിനി സാജൻ, സുമേഷ് അച്യുതൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ, ദിലീപ് വർഗീസ്, അനിയൻ ജോർജ് കൂടാതെ ഇന്ത്യ പ്രസ് ക്ലബ് സെക്രട്ടറി ഷിജോ പൗലോസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്ന്, അഡ്വൈസറി ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.